സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്ര വഴികളിലൂടെയാണ് ജനി വിത്ത് അൻവറിന്റെ വീഡിയോയിലൂടെ നാം സഞ്ചരിക്കുന്നത്. വിശുദ്ധ മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള പലായനം. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശേഷം അവസാനം സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പലായനം ചെയ്തു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ പല തീരുമാനങ്ങളും വ്യത്യസ്തമായിരുന്നു. ശക്തമായ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. ഹുദൈബിയ സന്ധി അടക്കം പല കാര്യങ്ങളിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ. പലപ്പോഴും അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചിരുന്നത്, അടക്കി നിർത്തിയിരുന്നത് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളായിരുന്നു. തന്റെ തീരുമാനങ്ങൾ അത് തുറന്ന് പറയുന്ന കാര്യത്തിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. ചില സന്ദർഭങ്ങളിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനത്തിന് അനുകൂലമായി വിശുദ്ധ ഖുർആനിൽ വചനം വരെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിന്റെ 4ാം ഭാഗമായ വീഡിയോയിലേക്ക് കടക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തു. അതിഗംഭീരമായ ഒരു സ്വീകരണ ചടങ്ങാണ് മദീനയിൽ നബിക്ക് ഏർപ്പെടുത്തിയിരുന്നത്. ഈ സ്വീകരണ പരിപാടിയെല്ലാം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആത്മാർത്ഥമായി സഹകരിച്ചു. മക്കക്കാരായ മുഹാജിറുകളും മദീന നിവാസികളായ അൻസാറുകളും തമ്മിൽ സഹോദര തുല്യമായ ജീവിതമാണ് നയിച്ചു പോന്നത്. തങ്ങളുടെ സമ്പത്തുക്കൾ വിഹിതം വെച്ച് തുല്യ ഓഹരി തൻ്റെ മുഹാജിർ സഹോദരന് നൽകാൻ ഒരൊറ്റ അൻസാരിയും മടി കാണിച്ചില്ല. തങ്ങളുടെ സഹോദരിമാരെ അവർ മുഹാജിറുകൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ചിലർ തങ്ങൾക്ക് 2 ഭാര്യമാരുള്ളതിൽ നിന്നും ഒന്നിനെ വിവാഹമോചനം ചെയ്ത് സഹോദരന് വിവാഹം കഴിച്ചു കൊടുത്തു. ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും ഉദാരമായൊരു മാതൃക വേറെയുണ്ടോ എന്ന് സംശയമാണ്. കൂടെ പിറന്നവർ പോലും സമ്പത്തിന് വേണ്ടി പരസ്പരം കടിച്ചു കീറുന്നു. വസ്തു ഓഹരി ചെയ്യുമ്പോഴുണ്ടാകുന്ന ചില്ലറ കശപിശ വെട്ടും കുത്തും കൊലപാതകവുമായി പരിണമിക്കുന്നു. അതിര് തർക്കം ഇന്ന് നിത്യസംഭവമാണ്. എന്നാൽ തങ്ങളുടെ ഉമ്മയുടെ വയറ്റിൽ ജനിക്കാത്ത, തങ്ങൾ അന്ന് വരെ കാണാത്ത, അറിയാത്ത മുഹാജിർ സഹോദരന് സ്വത്തവകാശവും മറ്റ് അവകാശങ്ങളും യാതൊരു മുറുമുറുപ്പും കൂടാതെ ആവേശത്തോടുകൂടി നൽകാൻ അൻസാറുകൾക്ക് പ്രചോദനം നൽകിയത് ഇസ്ലാം എന്ന മഹത്തായ തത്വസംഹിതയായിരുന്നു. അവരുടെ ഈമാനിൻ്റെ ശക്തിയായിരുന്നു. യഥാർത്ഥ ഈമാൻ മനസ്സിലുണ്ടെങ്കിൽ ഇന്നും സംഗതി വ്യത്യസ്തമാവാൻ ഇടയില്ല. മുസ്ലിങ്ങൾ പരസ്പരം സഹോദരന്മാരാണ് എന്ന ഖുർആൻ വാക്യം അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നവർ ഇന്ന് എത്ര പേരുണ്ട്? മദീനയിൽ നബിയുടെ സന്തത സഹചാരിയായി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മാറി. അവിടുത്തെ നോക്കും വാക്കും പ്രവർത്തന ശൈലിയും എല്ലാം ഉമർ റളിയല്ലാഹു അൻഹുവിനെ സ്വാധീനിച്ചു. തിരുനബിയുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് ശലകലങ്ങൾ മുത്തുമണികൾ പോലെ അദ്ദേഹം പെറുക്കിയെടുത്ത് മനസ്സിലെ കിലുക്കാം ചെപ്പിയിൽ ഭദ്രമായി സൂക്ഷിച്ചു. നബിയോടടുത്തുള്ള സഹവാസം ഭാവി ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അദ്ദേഹത്തിനെ സ്വാധീനം ചെലുത്തി. ഇസ്ലാം അടിക്കടി ശക്തി പ്രാപിച്ചു വരികയാണ്. എങ്കിലും മദീനയിലെത്തിയിട്ടും ഖുറൈശികളുടെ എതിർപ്പിന് ഒരു കുറവും ഉണ്ടായില്ല. അവർ സത്യത്തിനെതിരെ പ്രതികരിച്ചു കൊണ്ടിരുന്നു. ഈ സന്ദർഭത്തിൽ അല്ലാഹുവിൻ്റെ അനുമതിയുണ്ടായി. കണ്ടവരെയെല്ലാം കടിച്ചു മുന്നേറുന്ന പേപ്പട്ടിയെ അടിച്ചു കൊല്ലുക തന്നെ വേണമെന്ന തത്വത്തിലാണ് യുദ്ധാനുമതി ലഭിച്ചത്. നബിയും 313 സ്വഹാബിമാരും 1000ഓളം വരുന്ന ഖുറൈശി യോദ്ധാക്കളോട് പടവെട്ടിറങ്ങി. ഈമാൻ എന്ന അജയ്യമായ ഖണ്ഡമായിരുന്നു അവരുടെ പ്രധാന രണായുധം. അവിടെയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സാന്നിധ്യം മറ്റുള്ളവരെക്കാളും ശ്രദ്ധേയമായിരുന്നു. താൻ മുമ്പ് അഭ്യസിച്ച ആയുധമുറയും മെയ് വഴക്കവുമെല്ലാം ഇവിടെ അദ്ദേഹത്തെ സഹായിച്ചു. ഇസ്ലാമിനാണ് തനിക്ക് ഏറ്റവും വലുത്. ജീവൻ തൃണവൽക്കരിച്ച് അതിൻ്റെ വിജയത്തിനായി പോരാടും. ഈ ചിന്തയുമായി ബദറിലേക്ക് ഇറങ്ങിയ ഉമർ റളിയല്ലാഹു അൻഹു ആദ്യം തന്നെ കണ്ടത് ആസിബ് ഇബ്നു മുഗീറയായിരുന്നു. സ്വന്തം ഉമ്മയുടെ ആങ്ങള. അതെ, അമ്മാവനെന്ന് കരുതി കൈവിറച്ചില്ല. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് സത്യത്തെ എതിർക്കുവാനാണ്. അസത്യവാദിയായ അദ്ദേഹത്തെ മാത്രമേ ഉമർ റളിയല്ലാഹു അൻഹു കണ്ടുള്ളൂ. പിന്നെ ഒട്ടും താമസിച്ചില്ല. ആ രണവീരൻ ആസിയുടെ കഥ കഴിച്ചു. സ്വന്തക്കാർക്ക് വേണ്ടി നീതിയും നെറിയും മറക്കുന്നവരാണ് ഇന്നത്തെ ജനത.
ബന്ധുക്കൾക്ക് വേണ്ടി നിയമം മാറ്റിമറിക്കുന്നവർ, സ്വന്തക്കാരൻ്റെ തെറ്റ് തെറ്റായി കാണാത്തവർ. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം 100 ആവർത്തി ഇന്നത്തെ തലമുറ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇസ്ലാമിനെതിരെയുള്ള വെല്ലുവിളികൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരിക്കലും വെച്ചു പൊറിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ വല്ലതും കേൾക്കാൻ ഇടയായാൽ അദ്ദേഹത്തിൻ്റെ രോഷം ഇരച്ചു കയറും, പിന്നെ നിയന്ത്രിക്കാനാവില്ല. പലപ്പോഴും നബിയുടെ സ്നേഹപൂർണമായ നിർബന്ധമാണ് അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയിരുന്നത്. തനിക്ക് ശരിയെന്ന് തോന്നുന്നത് വെട്ടിത്തുറന്ന് പറയാൻ ഒരിക്കലും അദ്ദേഹം മടി കാണിച്ചില്ല. ബദർ യുദ്ധം അവസാനിച്ചു. നബിയും സ്വഹാബികളും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ബദർ യുദ്ധത്തിൽ വിജയിച്ചു. ഖുറൈശി പ്രമുഖർ പലരും വധിക്കപ്പെട്ടു. കുറെ പേരെ തടവുകാരായി പിടിച്ചു. തടവുകാരെ പരസ്പരം കൈമാറാനാണ് തിരുനബി കരാറുണ്ടാക്കിയത്. അപ്പോഴാണ് അവരുടെ കൂട്ടത്തിൽ സുഹൈൽ ഇബ്നു അംറിനെ ഉമർ റളിയല്ലാഹു അൻഹു കണ്ടത്. പെട്ടെന്ന് അദ്ദേഹത്തിന് ദേഷ്യം വന്നു. കോപം കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഞെരിപിരി കൊണ്ടു. ഒരൊറ്റ വെട്ടിന് സുഹൈലിൻ്റെ കഥ കഴിക്കാനുള്ള ദേഷ്യം ആ മുഖത്ത് പ്രതിഫലിച്ചു. സുഹൈൽ വലിയ വാഗ്മിയാണ്. ആ വാഗ്ധാരണയിൽ ആരും മയങ്ങിപ്പോകും. മണിക്കൂറുകളോളം അയാൾ പ്രസംഗിക്കും. പക്ഷേ അയാളുടെ വാചാലത ചെലവഴിച്ചത് നബിയെയും ഇസ്ലാം ദീനിനെയും താറടിച്ച് കാണാനാണ്. അയാളെ കൊണ്ട് ഒരുപാട് ഉപദ്രവം ഇസ്ലാമിനുണ്ടായിട്ടുണ്ട്. അതാണ് സുഹൈലിനെ കണ്ടപാടെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാവമാറ്റം ഉണ്ടായത്. അവൻ്റെ നാവ് കൊണ്ട് എത്ര എണ്ണത്തിന് വഴിപിഴപ്പിച്ചു. ആ നാവ് തനിക്ക് പിഴുതെടുക്കണം, ആ പല്ലുകൾ പറിച്ചെടുക്കണം. കലി കൊണ്ട് വിറച്ചു തുള്ളുന്ന ഉമർ റളിയല്ലാഹു അൻഹു പക്ഷേ നബിയുടെ സാമീപ്യം അദ്ദേഹത്തെ ആത്മസംയമനത്തിന് പാകമാക്കിയിരുന്നു. എങ്കിലും തൻ്റെ ഉള്ളിലിരിപ്പ് അദ്ദേഹം നബിയുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അള്ളാഹുവിൻ്റെ റസൂലേ, സുഹൈലിൻ്റെ പ്രസംഗം കൊണ്ട് നമുക്കുണ്ടായ നഷ്ടം ചില്ലറയല്ല. അവനെ സ്വതന്ത്രനാക്കിയാൽ ഇനിയും ഈ തോന്നിയാസം തുടരും. അതുകൊണ്ട് എനിക്കൊരു അപേക്ഷയുണ്ട്. സുഹൈലിനെ എനിക്ക് വിട്ടുതരൂ. ആ നശിച്ച നാവ് ഞാനൊന്ന് പറിച്ചെടുക്കട്ടെ. ഉമറിൻ്റെ വാക്കുകൾ നബിയിൽ ഒട്ടും സ്വാധീനം ചെലുത്തിയില്ല. അവിടുന്ന് പറഞ്ഞു, ഉമറേ, ക്ഷമിക്കൂ. അനാവശ്യമായി ഒരാളെയും അംഗഹീനരാക്കാൻ നമുക്ക് അവകാശമില്ല. തന്നെയുമല്ല, നബി തടവുകാരെ കൈമാറുന്ന കൂട്ടത്തിൽ സുഹൈലിനെയും ഖുറൈശികൾക്ക് വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായത്. തൻ്റെ പ്രാണനേക്കാൾ അധികം ഉമർ റളിയല്ലാഹു അൻഹു നബിയെയും ദീനിനെയും സ്നേഹിച്ചു. നബിയുടെ രോമത്തിന് പോലും പോറലേൽക്കുന്നത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. ഉഹദ് യുദ്ധത്തിലെ വിഷമസന്ധിയിൽ നബിയോടൊപ്പം നിന്ന് അവിടുത്തെ രക്ഷിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചവരുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ നിന്നത് ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. യഥാർത്ഥത്തിൽ ഉഹദ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയിച്ചതാണ്. പക്ഷേ നേതാവിൻ്റെ കൽപ്പന അനുസരിക്കാത്ത അനുയായികൾക്ക് ഒരു പാഠമെന്ന നിലയിലാണ് പിന്നെ പരാജയം സംഭവിച്ചത്. ശത്രുക്കൾ പരാജയപ്പെട്ട് ഓടിയപ്പോൾ നബിയുടെ അനുമതി കിട്ടുന്നതിന് മുമ്പ് തന്നെ കാവൽക്കാരെല്ലാം ഗനീമത്ത് വാരിക്കൂട്ടാൻ തുടങ്ങി. ഈ തക്കം മുതലെടുത്ത് ഖുറൈശികൾ പിറകിൽ കൂടി വന്ന് ആക്രമിച്ചു. പെട്ടെന്ന് സംഭവിച്ചതെന്തെന്നറിയാതെ മുസ്ലിങ്ങൾ പലരും ഓടി രക്ഷപ്പെട്ടു. അതിനിടയിലാണ് മുഹമ്മദ് കൊല്ലപ്പെട്ടു എന്ന ഖുറൈശികളുടെ പ്രചരണം ഉണ്ടായത്. അതോടെ ആത്മധൈര്യം ചോർന്നു. അവർ പിന്തിരിഞ്ഞു. ശത്രുക്കൾ നബിയെ ആക്രമിച്ചു. അവിടുത്തെ തലയിൽ മുറിവ് പറ്റി, മുൻപല്ല് പൊട്ടിപ്പോയി. ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ജീവൻ പണയം വെച്ച് നബിയുടെ മുമ്പിൽ ഉറച്ചു നിന്ന് പൊരുതി. ശത്രുക്കൾ പിന്തിരിയുവോളം ആ മഹാരഥൻ ശക്തിയായി എതിർത്തു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് മരണപ്പോൾ ആ വിധവയുടെ സംരക്ഷണ ചുമതല നബി ഏറ്റെടുത്തു. തൻ്റെ മകളുടെ ഭർത്താവാണ് നബി എന്ന് കരുതി ഉമർ റളിയല്ലാഹു അൻഹു പ്രത്യേക പരിഗണനയൊന്നും അഭിലഷിച്ചില്ല. തന്നെയുമല്ല, മനസ്സിലുള്ളത് തുറന്നു പറയുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്തുകയും ഉണ്ടായില്ല. ഹിജ്റയുടെ 6-ാം വർഷം നടന്ന ഹുദൈബിയ സന്ധി ഉമർ റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ പ്രകോപിപ്പിച്ചു. നബിയും അനുചരന്മാരും കൂടി ഹജ്ജ് ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി മക്കയെ ലക്ഷ്യം വെച്ച് പുറപ്പെട്ട വാർത്ത ഖുറൈശികൾ അറിഞ്ഞു. അവർക്കത് സഹിക്കാനായില്ല. മുഹമ്മദിനെ തടയണം അവർ തീരുമാനിച്ചു. ആ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി ഖുറൈശികൾ ആയുധ സന്നാഹത്തോടെ രംഗത്തിറങ്ങി. നബി ആ സന്ദർഭത്തിൽ ഒരു ഏറ്റുമുട്ടലിന് തയ്യാറായില്ല. ഖുറൈശികളുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ് നബി ചെയ്തത്. ഈ സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ അല്പം വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നുവെങ്കിലും ആ ഉടമ്പടി കാരണം പിൽക്കാലത്ത് പലവിധ ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്. മുസ്ലിങ്ങളുമായി പരസ്പരം ഇടപഴകാനുള്ള സ്വാതന്ത്ര്യം ഖുറൈശികൾക്ക് ലഭിച്ചപ്പോൾ അവരിൽ പലർക്കും ദീനിൻ്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കാനും തദ്വാര ഇസ്ലാം മതം അവലംബിക്കാനും അത് കാരണമായി തീർന്നു. എന്നാൽ ഈ ഉടമ്പടിയെ ഉമർ റളിയല്ലാഹു അൻഹു ചോദ്യം ചെയ്തു. എന്താണ് ഈ പറയുന്നത്? ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിച്ച നമ്മൾ അത് ചെയ്യാതെ കരാറുമായി തിരിച്ചു പോവുകയോ
ഇതൊരിക്കലും നമുക്ക് ചേർന്നതല്ല. ഉമർ റളിയല്ലാഹുവിന്റെ പ്രതികരണം സ്വഹാബികൾ കേട്ടു. സിദ്ദീഖ് റളിയല്ലാഹു അടക്കം പലരും അദ്ദേഹത്തോട് പറഞ്ഞു, നബിയാണ് ഉടമ്പടിയിൽ ഏർപ്പെട്ടത്, അവിടുത്തെ കൽപ്പന സ്വീകരിക്കണം. അതുകൊണ്ടൊന്നും ഉമർ അടങ്ങിയില്ല. അദ്ദേഹം നേരെ നബിയെ സമീപിച്ചു. പ്രവാചകരെ, മക്ക മുശ്രിക്കുകൾ നമ്മെ സൽക്കർമ്മങ്ങളെ തൊട്ട് തടഞ്ഞിരിക്കുകയാണ്. അവരെ വെറുതെ വിടുന്നത് നല്ലതാ അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് കേട്ട് നബി പറഞ്ഞു, ഉമറേ, അള്ളാഹുവിങ്കിൽ നിന്നുള്ള കൽപ്പന മാത്രമേ നിർവഹിക്കൂ. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു ശാന്തനായത്. ബദർ യുദ്ധത്തിൽ 70ഓളം ഖുറൈശികളെയാണ് തടവുകാരായി പിടിച്ചത്. എല്ലാവരും നബിയെ തുടക്കം എതിർത്തു പോന്നവർ, ഇസ്ലാമിനെ ഭൂമുഖത്ത് നിന്ന് പിഴുതെറിയാൻ കച്ചകെട്ടി ഇറങ്ങിയവർ, സ്വന്തം നാട്ടിൽ നിന്ന് മുസ്ലിങ്ങളെ കെട്ടുകെട്ടിച്ചവർ. എന്നിട്ട് മോചനദ്രവ്യം നൽകി അവരെ വിട്ടയക്കാനാണ് നബി തീരുമാനിച്ചത്. സിദ്ദീഖ് റളിയല്ലാഹു അടക്കം ഭൂരിപക്ഷം പേരുടെയും അഭിപ്രായവും അതുതന്നെയായിരുന്നു. പക്ഷേ ഉമർ റളിയല്ലാഹുവിന്റെ മാത്രം അഭിപ്രായം വ്യത്യസ്തമായിരുന്നു. നമുക്ക് ഏറ്റവും അധികം കഷ്ടനഷ്ടങ്ങൾ വരുത്തിയ നമ്മുടെ ബദ്ധവൈരികളായ അവരെ വധിക്കണം. അതാണ് ഉമർ റളിയല്ലാഹു ആവശ്യപ്പെട്ടത്. എല്ലാവരുടെയും അഭിപ്രായത്തെ മറികടന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു രേഖപ്പെടുത്തിയ ഈ അഭിപ്രായത്തെ ന്യായീകരിച്ചുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ ഖുർആൻ വാക്യം ഇറങ്ങിയതും. നബിയോട് തൻ്റെ പത്നിമാരെ എല്ലാവരും ഒരു അവസരത്തിൽ നിസ്സഹകരണ മനോഭാവം കാണിച്ചു. ഐഹിക സുഖാഡംബരങ്ങൾ, ഭോജ്യവസ്തുക്കളും അവരുടെ അഭീഷ്ടത്തിനനുസരിച്ച് കിട്ടണം, അതായിരുന്നു ആവശ്യം. നബി ഒരു മാസക്കാലം അവരുടെ ആരുടെയും അടുത്തു പോയില്ല. അങ്ങനെയുള്ള നിസ്സഹകരണത്തെക്കുറിച്ച് ഉമർ റളിയല്ലാഹു അറിഞ്ഞു. അദ്ദേഹം സ്വന്തം മകളെ വിളിച്ച് ഒരുപാട് ശകാരിച്ചു. നബിയുടെ മറ്റു ഭാര്യമാരെയും ഉപദേശിച്ചു. പിന്നീട് നബിയുടെ സാമീപ്യവും ഉമർ റളിയല്ലാഹു പോയി. പ്രവാചകന്റെ മുഖഭാവം തന്നെ മാറിയിരിക്കുന്നു. ആ നയനങ്ങളിൽ കണ്ണുനീര് പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഈത്തപ്പനയുടെ ഓല കൊണ്ട് നിർമ്മിച്ച പരുപരുത്ത പായയിൽ കിടന്നുറങ്ങിയ കാരണം നബിയുടെ പുറത്തെല്ലാം പാടുകൾ വീണിരിക്കുന്നു. അന്ത്യപ്രവാചകനായ നബിയുടെ അവസ്ഥയാണത്. നബിയുടെ ഏതൊരാവശ്യത്തിനും നിറവേറ്റി കൊടുക്കാൻ അനുയായികൾ എത്ര വേണമെങ്കിലുമുണ്ട്. ഒരൊറ്റ പ്രാർത്ഥന മതി, റബ്ബ് അവിടുത്തെ ഏത് പ്രാർത്ഥനയും സ്വീകരിക്കും. ഐഹിക ജീവിതം വെറും നശ്വരമായി കാണുന്ന തിരുനബി അതിനൊന്നും മുതിരാതെ വെറും ലളിതമായ ജീവിതത്തിൽ സംതൃപ്തനാവുന്നതാണ് ഉണ്ടായത്. ഉമർ റളിയല്ലാഹുവിന് അതുകൊണ്ട് സഹിക്കാനായില്ല. ആ പരുത്ത മനസ്സിൻ്റെ ഉടമയുടെ കണ്ണുകളിൽ ഉറവ് പൊട്ടി. അങ്ങെന്താണ് കരയുന്നത്? പത്നിമാർ അങ്ങേക്ക് മനോവിഷമം വരുത്തിയല്ലേ? ഒരു കാര്യം, അള്ളാഹുവും അവൻ്റെ മലക്കുകളും മുഅ്മിനുമായ ഞങ്ങളും അങ്ങയുടെ കൂടെയാണ്. എൻ്റെ മകളടക്കം മുഴുവൻ പേരെയും വിവാഹമോചനം ചെയ്താലും ഞങ്ങൾക്കതിൽ സന്തോഷമേയുള്ളൂ. ഉമർ റളിയല്ലാഹുവിൻ്റെ വാക്കുകൾക്കൊരു പുഞ്ചിരി മാത്രമാണ് നബിയിൽ നിന്നുണ്ടായ പ്രതികരണം. അള്ളാഹുവിങ്കൽ നിന്ന് ഭാര്യമാരെയും കാര്യത്തിൽ തീർപ്പുണ്ടാകുന്നത് വരെ നബി കാത്തിരുന്നു. അവസാനം അതുണ്ടാവുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ ഉമർ റളിയല്ലാഹുവിൻ്റെ നിലപാട് ശരിവെച്ച മറ്റൊരു സംഭവം ഇങ്ങനെയായിരുന്നു. അബ്ദുല്ലാഹുബിന് ഉബയ്യ് മുസ്ലിങ്ങളുടെ പക്ഷത്തായിരുന്നു. പക്ഷേ അത് വെളിയിൽ മാത്രം. അയാൾ ഒരിക്കലും സത്യവിശ്വാസിയായിരുന്നില്ല. ഒരു മുനാഫിക്കിന്റെ സകല ലക്ഷണങ്ങളും അയാൾക്കുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹുവിന് ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായി അറിയുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയിരിക്കെ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് മരണപ്പെട്ടു. മുസ്ലിങ്ങൾ മരിച്ചാൽ ചെയ്യുന്ന വിധത്തിലുള്ള ചടങ്ങുകളെല്ലാം നിർവഹിച്ച് അയാളുടെ പേരിൽ മയ്യിത്ത് നിസ്കരിക്കാൻ നബി ഉപദേശിച്ചു. ഉമർ റളിയല്ലാഹുവിന് അതൊട്ടും രസിച്ചില്ല. അദ്ദേഹം നബിയോട് ഇക്കാര്യം തുറന്നു പറഞ്ഞു. അള്ളാഹുവിൻ്റെ തിരുദൂതരെ, അബ്ദുല്ലാഹിബ്നു ഉബയ്യ് കപടവിശ്വാസിയായിരുന്നു എന്ന കാര്യം നമ്മൾക്കെല്ലാവർക്കും അറിയാം. അത്തരക്കാരുടെ പേര് 7 പ്രാവശ്യം മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്താലും അള്ളാഹു പൊറുക്കുകയില്ലെന്ന് വിശുദ്ധ ഖുർആൻ മുഖേന അറിയിച്ചതാണല്ലോ. പിന്നെ എന്തിനാണ് അയാളുടെ പേരിൽ മയ്യിത്ത് നിസ്കരിക്കുന്നത്? 7 അല്ല 70 പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ റബ്ബ് പുറത്തു കൊടുക്കുമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും. അതായിരുന്നു നബിയുടെ പ്രത്യുത്തരം. പക്ഷേ ഉമർ റളിയല്ലാഹുവിൻ്റെ അഭിപ്രായത്തിന് അനുകൂലമായി കൊണ്ട് തന്നെ ഖുർആൻ സൂക്തം ഇറങ്ങി. തൻ്റെ അഭിപ്രായം അറിയിച്ചുവെങ്കിലും നബി നിസ്കരിച്ചപ്പോൾ അവിടത്തോടൊപ്പം നിസ്കരിക്കുവാൻ ഉമർ റളിയല്ലാഹു മടിച്ചു നിന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പരിശുദ്ധ കലിമത്തു തൗഹീദ് ഹൃദയത്തിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറഞ്ഞാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു ഉദ്ധരിക്കുന്നത് ഉമർ റളിയല്ലാഹു കേട്ടു. അദ്ദേഹം ഓടിച്ചെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹുവിന് ഒരു പ്രഹരം കൊടുത്തു. അബൂ ഹുറൈറ റളിയല്ലാഹു തിരുസന്നിധിയിൽ വെച്ചെന്ന് ആവലാതി പറഞ്ഞു. നബി ഉടൻ തന്നെ ഉമർ റളിയല്ലാഹുവിനെ വിളിപ്പിച്ചു. നിങ്ങൾ അബൂ ഹുറൈറയെ അടിച്ചു. അയാൾ പ്രചരിപ്പിക്കുകയാണ്
കലിമത്തു തൗഹീദ് ഹൃദയത്തിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറഞ്ഞാൽ സ്വർഗത്തിൽ കടക്കുമെന്ന്. ജനങ്ങൾ ഇത് കേട്ടാൽ പിന്നെ വല്ല ഇബാദത്തും ചെയ്യുമോ? ഈ വാക്കിന്മേൽ കടിച്ചു തൂങ്ങി സ്വർഗവും കാത്ത് നിഷ്ക്രിയരായി ഇരിക്കുകയില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് വളരെ പരമാർത്ഥമാണെന്ന് നബിക്ക് തോന്നി. അവിടുന്ന് ഇപ്രകാരം പറഞ്ഞു: ഉമർ റളിയല്ലാഹു അൻഹു, അതു ഞാൻ പറഞ്ഞത് തന്നെയാണ്, പക്ഷേ മേലിൽ അബൂ ഹുറൈറ ആ ഹദീസ് ഉദ്ധരിക്കരുത്. അങ്ങനെ ആ കേസിലും ഉമർ റളിയല്ലാഹു അൻഹു തന്നെ വിജയിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബി വര്യനായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന് നബിയെയും പ്രാണന് തുല്യം സ്നേഹവും. പക്ഷേ അള്ളാഹുവിൻ്റെ ആലംഘനീയമായ വിധിയെ തടുക്കാൻ ആർക്കും കഴിയുകയില്ലല്ലോ. 63 സംവത്സര കാലത്തെ സംഭവബഹുലമായ ജീവിതത്തിന് ശേഷം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. നബിയുടെ വിയോഗ വാർത്ത നാടാകെ പരന്നു. ഉമർ റളിയല്ലാഹു അൻഹു അത് കേട്ടു. എന്ത് അഷ്റഫുൽ ഖൽക്ക് ഈ ലോകത്തോട് യാത്ര പറഞ്ഞെന്നോ? ഇല്ല, ഈ വാർത്ത ഞാൻ ഒരിക്കലും വിശ്വസിക്കുകയില്ല. അദ്ദേഹം ഉറയിൽ നിന്നും വാൾ വലിച്ചൂരിയെടുത്തു. ആരാണിത് പറഞ്ഞത്? നബിയുടെ ഐഹിക ജീവിതം അവസാനിച്ചു എന്ന് പറയുന്നവരെ ഞാൻ ഈ വാളിനിരയാക്കും. ആരൊക്കെ സമാധാനിപ്പിച്ചിട്ടും ഉമർ റളിയല്ലാഹു അൻഹു അടങ്ങിയില്ല. അദ്ദേഹം തൻ്റെ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിന്നു. വിവരമറിഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമറിനെ സമീപിച്ച് ഇപ്രകാരം പറഞ്ഞു: ആരെങ്കിലും മുഹമ്മദ് നബിയെ ആരാധിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും അവിടുന്ന് ഈ ലോകത്തോട് യാത്ര പറഞ്ഞിരിക്കുന്നു. ആരെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്നുവെങ്കിൽ അള്ളാഹു എന്നെന്നും അവശേഷിക്കുന്നതാണ്. തുടർന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആനിലെ ഒരു സൂക്തം പാരായണം ചെയ്തു. മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകൻ മാത്രമാണ്. നബിക്ക് മുമ്പ് പല പ്രവാചകന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകൾ കേട്ട് ഉമർ റളിയല്ലാഹു അൻഹു അടങ്ങി. കരുത്തനായ ആ മനുഷ്യൻ്റെ നയനങ്ങളിൽ നിന്നും അശ്രു കണങ്ങൾ അടർന്നു വീണു. തൻ്റെ എല്ലാ ശക്തിയും ചോർന്നു പോകുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. മുസ്ലിങ്ങൾക്കാകെയും ആ വിയോഗം കടുത്ത ആഘാതമേൽപ്പിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ പലരും ആദ്യം ആ വാർത്ത വിശ്വസിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. വാർത്ത ഉറപ്പായപ്പോൾ പല പ്രത്യാഘാതങ്ങളുണ്ടായി. ദുർബല മനസ്സരായ ചിലർ മുർത്തദായി മാറി. മറ്റു ചിലരാകട്ടെ സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിച്ചു. പുതിയൊരു ഖലീഫ വേണം. അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ടു. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൻ്റെ 4ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിലൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തും ശേഷം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി തെരഞ്ഞെടുക്കുന്നതും പിന്നീടുള്ള പടയോട്ടങ്ങളുടെയൊക്കെ ഭാഗങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. തൽക്കാലം നിങ്ങളോട് വിട പറയുകയാണ്. ചരിത്രത്തിൻ്റെ 5ാം ഭാഗവുമായി അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം.